സ്പേസ് ഉണ്ട്. എന്തുകൊണ്ട് ഒരു ആങ്ങളെയും പെങ്ങളും ഒരുമിച്ച് ഡ്രസ്സ് മാറി കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ഞാൻ ഇങ്ങനെ ഒരു ബ്രദർ ആയിട്ടാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. ഒരുമിച്ച് ഡ്രസ്സ് മാറിയതുകൊണ്ട് ഇനിയിപ്പോ ഒരുമിച്ച് കിടന്നുകൊണ്ടും ഞാൻ അതിന് തെറ്റ് പറയില്ല. എല്ലാവർക്കും സ്വാഗതം. അപ്പൊ പ്രമുഖ താരമായിട്ടുള്ള ദീപ്തി കല്യാണിയുടെ ഒരു പ്രസ്താവനയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൻ വിവാദമായിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് നാൾക്ക് മുന്നേ ഉള്ള ഒരു വീഡിയോ ആണ്. കാരണം വെച്ചാൽ ദീപ്തി കല്യാണി പറയുന്നത് അച്ഛന്റെയോ ആങ്ങളുടെയോ മുന്നിൽ വെച്ച് ഡ്രസ്സ് മാറിയാലും ഒരു കുഴപ്പവും ഇല്ല എന്നാണ് ദീപ്തി കല്യാണി പറയുന്നത്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇതിനോട് യോജിക്കുന്നുണ്ടോ? കാരണം നമ്മുടെ അച്ഛൻ്റെ കൂടെ സഹോദരന്മാരുടെയൊക്കെ അടികൂടും, അവരുടെ കൂടെ നമ്മൾ സ്നേഹത്തോടെ കിടന്നുറങ്ങും, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവരുടെ മുന്നിൽ ഒരു പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ മാറുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരും അത് ആഗ്രഹിക്കത്തില്ല. എല്ലാവർക്കും പ്രൈവസി ആയിട്ടുള്ള ഒരു സ്ഥലം വേണം. ഇപ്പൊ ആണുങ്ങളാണെങ്കിൽ ശരി, അവർക്കൊരു പാൻറ് ഇട്ടാൽ മതി, ഒരു ഷർട്ട് ഇട്ടാൽ മതി. അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് പെൺകുട്ടികളോ അല്ലെങ്കിൽ സ്ത്രീകളോ ചെന്നിട്ട് ആരെങ്കിലും ഒക്കെ നിൽക്കുമ്പോഴത്തേക്കോ അവരുടെ കൂട്ടുകാർ നിൽക്കുമ്പോഴത്തേക്കോ ഓടി ചെന്ന് അവരുടെ ഇടയിൽ ചെന്നിട്ട് വസ്ത്രം മാറും. ദീപ്തി കല്യാണം പറഞ്ഞതിന്റെ പ്രസ്താവനയാണ് കേട്ടോ ആ ഒരു പൊരുള്. ദീപ്തി കല്യാണി അങ്ങനെ മാറുമായിരിക്കാം, പക്ഷെ എന്ന് പറഞ്ഞിട്ട് എല്ലാ സ്ത്രീകളും അങ്ങനെ മാറുമെന്ന് വിചാരിക്കരുത്. കാരണം നിങ്ങൾ ഒരു ആണായിട്ട് പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് അത് ചിലപ്പോൾ ആണുങ്ങളുടെ മുന്നിൽ നിന്ന് ഡ്രസ്സ് മാറിയാലും പ്രശ്നമില്ലാന്ന് തോന്നും. അത് സ്വാഭാവികം. അന്ന് പറഞ്ഞിട്ട് അത് ഇങ്ങനെ ബാക്കിയുള്ള സ്ത്രീകളും അങ്ങനെ അല്ലെങ്കിൽ പെൺകുട്ടികളും അങ്ങനെ ചെയ്യുമെന്ന് തെറ്റിദ്ധരിക്കരുത്. കാരണം അങ്ങനെ ആരും ആഗ്രഹിക്കാത്തൊരു കാര്യമാണ്. എന്തായാലും ദീപ്തി കല്യാണി പറഞ്ഞ ആ ഒരു വീഡിയോ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. കൊണ്ട് ഒരു ആങ്ങളെയും പെങ്ങളും ഒരുമിച്ച് ഡ്രസ്സ് മാറി കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ഞാൻ ഇങ്ങനെ ഒരു ബ്രദർ ആയിട്ടാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. ഒരുമിച്ച് ഡ്രസ്സ് മാറിയതുകൊണ്ട് ഇനിയിപ്പോ ഒരുമിച്ച് കിടന്നുകൊണ്ടും ഞാൻ അതിന് തെറ്റ് പറയില്ല. ആങ്ങളും പെങ്ങന്മാരും കെടുക്കുന്നില്ല, അച്ഛനും മോളും കെടുക്കുന്നില്ല. അവിടെ തെറ്റായ ചിന്തകൾ അവർ രണ്ടു പേരിലും ഉണ്ടാവാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ്. എന്റെ ഭാഗത്ത് നിന്ന് എന്തായാലും ഉണ്ടാവില്ല. കാരണം അച്ഛനായിട്ടും ആങ്ങളെയായിട്ടും ഫ്രണ്ടായിട്ടും ബോയ് ഫ്രണ്ടായിട്ടും എനിക്ക് കാണാൻ എനിക്കത് അറിയാൻ പറ്റും. ദീപ്തി പുരുഷന്റെ കൂടെ ഇതുപോലെ ഡ്രസ്സ് മാറുകയും ചെയ്തിട്ടുണ്ട്. ഇഷ്ടം പോലെ അതെനിക്ക് വിശ്വാസമുള്ളവരുടെ കൂടെ. കാരണം ഗോവയിൽ ഞാൻ പോയത്, ഞങ്ങൾ ഇവിടുന്ന് ഒരു അഞ്ച് ബോയ്സും വേറെ 2 ഗേൾസും ഞാൻ ഇവിടെ ഒരുമിച്ചാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങൾ റൂം എടുത്ത് 2 റൂമായിരുന്നു. ഞങ്ങൾ 7 പേരുണ്ടായിരുന്നു, 8 പേരുണ്ടായിരുന്നു ടോട്ടല്. 2 റൂം എടുത്തു, ഷെയർ ചെയ്തു, സ്പ്ലിറ്റ് ചെയ്തു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ചാണ് കിടന്നത്, ഒരുമിച്ചാണ് ഡ്രസ്സ് മാറുന്നത്. ഒക്കെ പക്ഷെ എനിക്കത് വിശ്വാസമുള്ള ഇപ്പോഴും ആ സുഹൃത്തുക്കൾ എന്റെ കൂടെ ഉണ്ട്. എനിക്ക് വിശ്വാസമുള്ളവരുടെ കൂടെ എനിക്ക് അങ്ങനെ ഇപ്പൊ നിങ്ങളായാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഡ്രസ്സ് മാറും. പക്ഷെ അവിടെ തെറ്റായ ചിന്തകൾ നിങ്ങളുടെ മൈൻഡിൽ വന്ന് നിങ്ങളുടെ പെരുമാറ്റത്തിൽ എനിക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാലാണ് ഞാൻ റിയാക്ട് ചെയ്യുക. അതെനിക്കറിയാൻ പറ്റും. എനിക്ക് തെറ്റായിട്ടാണ്, നിന്റെ നോട്ടം ശരിയല്ല എന്ന് എനിക്ക് തെറ്റായി തോന്നിക്കഴിഞ്ഞാൽ ദീപ്തി അങ്ങനെ മാറുമായിരിക്കാം. ദീപ്തിക്ക് പ്രശ്നമില്ല, കാരണം കുറെ നാള് ആണായിട്ട് ജീവിച്ചതല്ലേ. അപ്പം ദീപ്തിക്ക് അങ്ങനെ കൂടെ നിന്ന് മാറിയാലും കുഴപ്പമില്ല. ദീപ്തി തന്നെ കുറച്ച് മുന്നേ ഇതുപോലെ ഒരു ഷൂട്ടിന്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ട്, പെൺകുട്ടികൾ മാത്രമുള്ള ഹോസ്റ്റലില് നിന്ന് ഒരു ഡ്രസ്സും ഇല്ലാണ്ട് നിന്നിട്ടുണ്ട്, പക്ഷെ അവരാരും എന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് ദീപ്തി കല്യാണി തന്നെ ആ ഒരു ഷൂട്ടിന്റെ ഇടയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ദീപ്തി ആണിൽ നിന്ന് പെണ്ണിലോട്ട് വന്നതാണെന്ന് അവർക്ക് ആർക്കും അറിയത്തില്ല. പക്ഷെ അവരുടെ മുന്നിൽ ഒരു വസ്ത്രം പോലും ഇല്ലാതെ നിന്നിട്ട് പോലും ആർക്കും മനസ്സിലായില്ല എന്നാണ് ദീപ്തി കല്യാണി അന്ന് ആ ഒരു ഷൂട്ടിൽ പറഞ്ഞത്. എനിക്ക് ഇപ്പോഴത് ഓർമ്മയുണ്ട്. കാര്യത്തിനോട് ഒരു പെൺകുട്ടികൾ യോജിക്കുന്ന കാര്യമില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഉണ്ടായിരിക്കുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ആരും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ വീഡിയോസിൽ ഈ ഒരു വ്യക്തി പറഞ്ഞത്, അയ്യോ എനിക്ക് അച്ഛൻ്റെ മുന്നിലാണെങ്കിലും കൂട്ടുകാരുടെ മുന്നിലാണെങ്കിലും ഇല്ലെങ്കിൽ ആങ്ങളുടെ മുന്നിലാണെങ്കിലും ഇന്ന് വസ്ത്രം മാറുന്നതിന് ഒരു കുഴപ്പമില്ല, ഒരു നാണക്കേടും ഇല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ സാരിയൊക്കെ കാറിനകത്ത് കയറി ചുറ്റി പറക്കി എടുത്തപ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയെന്ന്. പിന്നെ ആരുടെ മുന്നിൽ നിന്ന് വസ്ത്രം മാറുന്നതിന് പ്രശ്നമില്ല എന്നല്ലേ പറഞ്ഞത്. പിന്നെ എന്തിനാണ് ഇത്ര പെട്ടെന്ന് പ്രശ്നം വന്നിട്ടുള്ളത്? ദീപ്തി കല്യാണിനെ കുറിച്ച് എല്ലാവർക്കും അറിയായിരിക്കും. ഭയങ്കര കഷ്ടപ്പാടിലൂടെ വളർന്ന ഒരു വ്യക്തിയാണ്. ആദ്യം ആണായിട്ട് ജനിച്ചു, പിന്നെ പെണ്ണിന്റെ ഒരു കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അവസാനം വീട്ടിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ അവസാനം ഗുരുവായൂർ ആ ഒരു ബസ് സ്റ്റാൻഡിലാണ് കുറെ നാള് താമസിച്ചത്. പിന്നെയാണ് അവിടെ നിന്ന് ബാംഗ്ലൂരിലോട്ട് പോയിട്ട് അവിടെ നിന്നിട്ട് സർജറി ഒക്കെ ചെയ്ത് കാശുണ്ടാക്കി. അതായത് സെക്സ് വർക്കൊക്കെ ചെയ്തിട്ടാണ്. ഇപ്പൊ എല്ലാവർക്കും അറിയാം, അവര് പണ്ടത്തുള്ള ആൾക്കാരൊക്കെ സെക്സ് വർക്കൊക്കെ ചെയ്തിട്ടാണ് സർജറിക്ക് വേണ്ടിയിട്ടുള്ള കാശുകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. കാരണം അവർക്ക് ജോലിയൊന്നും കൊടുക്കത്തില്ലായിരുന്നു ആരും. തന്നെ ഒരുപാട് പൊസിഷനിൽ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് ഡോക്ടറിന്റെ ആണെങ്കിലും പിന്നെ പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇപ്പം ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. ഇവരുടെ ഈ ഒരു പ്രസ്താവനയാണ് ഇവരെ വെറുപ്പിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, കുറച്ച് നേരത്തെ ഹെർണോസ് പാട്ടയെ കുറിച്ചിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു. അതിലെ ഹെർണോസ് പാട്ടയെ ഒരുപാട് പറയുന്നുണ്ട്. കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പറയുന്നതിന്റെ അഭിപ്രായം പോലെ മറ്റുള്ളവർക്ക് അതിന് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്. നിങ്ങൾ പറയുന്ന പ്രസ്താവനയ്ക്കെതിരായിട്ട് മറ്റുള്ളവർ പറയുന്നുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ പറയുന്നതിന്റെയാണ് അവർ എടുത്തു പറയുന്നത്. എല്ലാ സ്ത്രീകൾക്കും അത് യോജിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. അപ്പൊ അതിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പുരുഷനായിട്ട് നിങ്ങൾ ജനിച്ചു, പിന്നെ അത് സ്ത്രീയിലോട്ടായി, അത് നിങ്ങളുടെ ഇഷ്ടമായിരുന്നു. പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പറയുന്ന എല്ലാ പ്രസ്താവനയും ആൾക്കാർ സമ്മതിച്ചു തരുന്നു ചോദിച്ചാൽ ഒരിക്കലും സമ്മതിച്ചു തരുന്ന കാര്യമില്ല. ദീപ്തി കല്യാണിന്റെ ഇന്റർവ്യൂ നമുക്ക് ആദ്യം ജസ്റ്റ് കണ്ടിട്ട് വരാം.
വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കി. സോ അങ്ങനെ ഞാൻ ഗുരുവായൂർ ബസ് സ്റ്റാൻഡിലാണ് ഞാൻ വന്നത്. കാരണം ഞങ്ങൾ തൊട്ടടുത്ത് പറയുമ്പോൾ ഒരു സിറ്റി അല്ലെങ്കിൽ ചെറിയൊരു സ്ഥലം എന്ന് പറയുന്നത് ഒന്നും അറിയില്ല. കാരണം സ്കൂള് വീട് എന്നുള്ളതാണ്. കാരണം ആ ഒരു സമയത്ത് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ആൺകുട്ടികൾ പിള്ളേരുടെ കൂടെ ഓരോ സ്ഥലങ്ങളിൽ ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകും. ഇവിടെ ഒന്നും ഞാൻ പോകാറില്ല. ഞാൻ വീട്ടിൽ തന്നെയാണ്. വീട്ടിൽ അന്ന് ജോലികൾ ചെയ്ത് ഒരു സാധാരണ ഒരു പെൺകുട്ടി എങ്ങനെയാണോ അച്ഛനും അമ്മയും ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും എൻ്റെ എല്ലാ ജോലികളും ഞാൻ തീർത്ത് വീട്ടിലെ ചോറും കറിയൊക്കെ വെച്ച് അച്ഛനും അമ്മയ്ക്കും കുളിക്കാനുള്ള വെള്ളം വരെ ചൂടാക്കിയിട്ട് ഞാൻ കാത്തിരിക്കും. പുറത്തേക്ക് പോവില്ല. എനിക്കറിയില്ല. ഗുരുവായൂർ ചെന്നു. അവിടുന്ന് പിന്നെയാണ് ഞാൻ പഠിച്ചത് എന്താണെന്നുള്ളത്, മനുഷ്യരെന്താണെന്നുള്ളത്. ഗുരുവായൂർ ഞാൻ പറഞ്ഞ ബസ് സ്റ്റാൻഡിൽ പോയി. പക്ഷെ അതും പരിചയമുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ അപ്പൊ വീട്ടുകാരെങ്കിലും വന്ന് അപ്പോൾ തിരിച്ച് കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമം. വീട്ടുകാർ വന്ന് എന്നെ കണ്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു 3-3.5 മാസത്തോളം ഞാൻ ഗുരുവായൂർ ബസ് സ്റ്റാൻഡിൽ കിടന്നിട്ടുണ്ട്. ന്യൂസ് പേപ്പർ വിരിച്ചാണ് കിടന്നത്. കാരണം എൻ്റെ കയ്യിൽ 1 രൂപ ഇല്ല. ഞാൻ ഇട്ടിരിക്കുന്ന വസ്ത്രം ഒരു ആൺകുട്ടിയുടെ ഒരു പാൻറ്റും ഷർട്ടും മാത്രം. കാലിൽ ചെരുപ്പ് പോലും ഉണ്ടായിരുന്നില്ല. ഒരു 8-9 മണി സമയത്തായിരുന്നു എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത് രാത്രി. നേരെ വന്ന് ഗുരുവായൂർ ബസ് സ്റ്റാൻഡിൽ വന്നു, കിടന്നു, ഇരുന്നു. കുറെ എനിക്കൊന്നും അറിയില്ലായിരുന്നു. മരിക്കാൻ വേണ്ടി ഞാൻ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷന്റെ റെയിൽ പാളത്തിൽ കൂടെ നടന്നപ്പോൾ കുറേ നടന്നപ്പോൾ ഒരു അപ്പൂപ്പനാണ് എന്നെ രക്ഷിച്ചത്. അത് എന്നെ പിടിച്ചു വലിച്ചു. ഞാൻ കരഞ്ഞുകൊണ്ട് നടക്കുന്നത്. കാരണം അത്രയും വലിയൊരു ഫാമിലിയിൽ നിന്ന് അത്രയും എന്നെ പുന്നാരിച്ച് വളർത്തിയിട്ട് എന്നെ പുറത്താക്കുക, തടിയടച്ച് പിണ്ടം വെക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളത്. തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ട് വാതിലടയ്ക്കുന്ന അതേ സെയിം ആണ് എൻ്റെ വീട്ടിൽ എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ അപ്പൂപ്പൻ പിടിച്ച് വലിച്ച് എന്നെ വീണ്ടും ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്നു. പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു അവിടെ ആ റെയിൽവേ സ്റ്റേഷനിൽ ടൈമിങ്ങിനാണ് ട്രെയിൻ വരിക എന്നുള്ളത്. കാരണം 8:30 വന്നാൽ പിന്നെ വരെ 1:30. അങ്ങനെ സമയം എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഗുരുവായൂർ അന്നെ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സും ഇതുപോലെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷെ ഇന്ന് ദീപ്തി കല്യാണിക്ക് ഒരു നിലയുണ്ട്, ഒരു വിലയുണ്ട്. ഈ ഒരു സമൂഹത്തില് ഒരു പേരുണ്ട്. അതാദ്യം മനസ്സിലാക്കുക. അപ്പൊ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ സൂക്ഷിച്ചാൽ കുറച്ച് നന്നായിരിക്കും. എപ്പോഴും ഈ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഇങ്ങനെ മറ്റുള്ളവരെ, അതായത് ആരുടെയും ജെൻഡർ എടുത്ത് പറയുന്നില്ല, പക്ഷെ നിങ്ങൾ പറയുന്ന ആ ഒരു വേർഡ്സ് ആണ് അവിടെ കുറച്ച് ആൾക്കാർക്ക് പ്രശ്നമാകുന്നത്. അതാദ്യം മനസ്സിലാക്കുക. നിങ്ങൾ വായിൽ തോന്നുന്നത് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നിങ്ങൾ അപ്പം പറഞ്ഞ് അങ്ങ് സ്ലോയിൽ പോകും. പക്ഷെ അത് തിരിച്ച് കേൾക്കുന്ന ആൾക്കാരുടെ കേൾക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾ പറയുന്നതിന്റെ പൊരുള് മനസ്സിലാക്കി സംസാരിക്കുക. ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ അമ്മയോട് തന്നെ ചോദിക്കുക, അമ്മേ ഇതുപോലെ ഞാനൊരു പ്രസ്താവന പറഞ്ഞു, അത് ശരിയാണോ തെറ്റാണോ എന്ന് ജസ്റ്റ് ഒന്ന് പോയി ചോദിച്ചാൽ മതി. താങ്കളുടെ അമ്മ തന്നെ അതിനുള്ള മറുപടി കൃത്യമായിട്ട് പറഞ്ഞു തരും. ഗുരുവായൂർ തന്നെയാണ് ഞാൻ കാതും കുത്തി മൂക്കും കുത്തിയിട്ട് ലേഡീസ് ഡ്രസ്സിലാണ് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോയത്. അത് ചുരിദാറിട്ട് ട്രെയിൻ കയറി ഞങ്ങൾ 5 പേര് ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. അതിൽ 2-3 പേരൊക്കെ തിരിച്ചു വന്നു നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് 6 മാസം 1 വർഷം വന്നിട്ട്. പക്ഷെ എനിക്ക് വരാൻ വീട്ടിൽ അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ടും ഇവിടെ വരാനുള്ള എവിടെ നിൽക്കാനുള്ള ഒരു ഇതില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ തന്നെ പിടിച്ചു നിന്നു. കാരണം എനിക്ക് ഒരു ഉള്ളിൽ വാശി ഉണ്ടായിരുന്നു. ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് എനിക്ക് നേടണം, എൻ്റെ ലക്ഷ്യം എന്താണോ അത് എനിക്ക് എത്തണമെന്ന് അവിടെ ചെന്നപ്പോഴാണ് കുറച്ചും കൂടി ഇത് മൈൻഡിൽ വന്നത്. സുന്ദരികളായ കുട്ടികളുണ്ടായിരുന്നു അവിടെ, ട്രാൻസ് വുമൻസുകൾ തന്നെ, സർജറി കഴിഞ്ഞിട്ടുള്ള സിനിമാ നടിമാരനെയൊക്കെ അന്നത്തെ കാലത്ത് സിനിമാ നടിമാരൊക്കെ വെല്ലുന്നത് പോലെ തന്നെ അത്രയും സൗന്ദര്യമുള്ള. അപ്പോൾ എനിക്ക് അതുപോലെ ആവണം എന്നുള്ള ആഗ്രഹമായിരുന്നു. സോ അപ്പം അതിന് പൈസ വേണം. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അവിടുത്തെ 2 ഓപ്ഷനാണ്. നമ്മൾ പഠിപ്പുണ്ട്, എഡ്യൂക്കേഷനുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ കൂടെ അവിടെ ജോലി കിട്ടില്ല. 2 ഓപ്ഷനുള്ളൂ. ഒന്ന് ബെഗ്ഗിങ് ചെയ്യണം, അല്ലെങ്കിൽ സെക്സ് വർക്ക് ചെയ്യണം. ഇത് 2 ഓപ്ഷനേ ഉള്ളൂ. ഇത് രണ്ടും ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ ഞാൻ തിരിച്ചിങ്ങോട്ട് വീട്ടിൽ വന്ന് എന്തെങ്കിലും കൂലിപ്പണിക്ക് പോകേണ്ടി വരും. അത് എന്നെ കൊണ്ട് പറ്റില്ല. കാരണം നമ്മൾക്ക് ഇഷ്ടമുള്ള ജോലിയാണല്ലോ നമ്മൾ ചെയ്യുക. അതായത് ഇപ്പോൾ ഞാൻ സെക്സ് വർക്ക് ഇഷ്ടപ്പെട്ട് ചെയ്തെന്നല്ല പറയുന്നത്, ആൻഡ് ബെഗ്ഗിങ്ങും ഇഷ്ടപ്പെട്ടെന്നല്ല പറയുന്നത്. ഞാൻ ജോലിക്ക് പോയിടത്തൊക്കെ എനിക്ക് അവിടെയും ഒരുപാട് കളിയാക്കലും പരിഹാസമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ ഇറങ്ങി ബെഗ്ഗിങ് ചെയ്യാനായിട്ട് തന്നെ ഇറങ്ങി. ട്രാഫിക്കുകളിലും കടകളിലൊക്കെ ബെഗ്ഗിങ് ചെയ്യുന്നു. പക്ഷേ ഈ കേരളത്തിലെ മലയാളികൾ എന്ന് പറഞ്ഞ സാധനങ്ങളുണ്ടല്ലോ, അത് ഞാൻ അവിടെ ചെന്ന് ഇവിടത്തെ കളിയാക്കലും പരിഹാസവും എല്ലാം കേട്ട് എന്താ പറയുക, ചെവിയുടെ പാടെ കടഞ്ഞിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത് തന്നെ. പക്ഷെ അവിടെ ചെന്നപ്പോൾ നമ്മൾ കൈയടിച്ച് ഒരു ട്രാഫിക്കിൽ കാറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കൈയിട്ട് കഴിഞ്ഞാൽ അതിൽ മലയാളികളുണ്ടാവും. നമ്മൾ വണ്ടി കണ്ടാൽ തന്നെ ഞാൻ മാറി നിൽക്കും. കാരണം അവർ ചോദിക്കുന്ന വീട്ടുകൾക്കൊന്നും വേറെ പണിയില്ലേ, കയ്യും കാലും ഒരു കുഴപ്പമില്ല, വൃത്തികെട്ട പേരുകളെ വിളിക്കുക. അവർക്കറിയില്ല ഞാൻ മലയാളിയാണെന്നുള്ളത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മൾക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. കരഞ്ഞുകൊണ്ട് ഞാൻ ഒരുപാട് ബെഗ്ഗിങ് ചെയ്തിട്ടുണ്ട്. കണ്ണീര് കയ്യിൽ വീണിട്ട് കൈ നീട്ടുമ്പോൾ ചിലപ്പോൾ 50 പൈസ 1 രൂപയ്ക്ക് തരിക. അങ്ങനെ അത് സ്വരം കൂട്ടി വെച്ച് ഈവനിങ് ഞങ്ങൾക്ക് ഇവിടെ ഹമാമുണ്ട് സെക്സ് വർക്ക് ചെയ്യുന്ന, അവിടെ പോയി സെക്സ് വർക്കും ചെയ്ത് 2ഉം ചെയ്ത് ഞാൻ പൈസ സ്വരം കൂട്ടി വെച്ച് എൻ്റെ ഗുരുവിന് കൊടുത്തു. നമ്മൾ ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ നല്ല ആൾക്കാരുണ്ട്, അല്ലാത്ത ആൾക്കാരുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇവർ ഇത്രയും വെറുക്കുന്നത്?
ഇവരെന്തുകൊണ്ടാണ് വെറുക്കുന്നത് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ട്രെയിനിൽ കയറിയിട്ട് ആണുങ്ങളെ ഇരിക്കാൻ സമ്മതിക്കാത്ത പോക്കറ്റിൽ നിന്ന് കാശ് വലിച്ചെടുക്കല്, പിന്നെ അവരെ കൈകൊട്ടി വിളിക്കൽ, ദേഹത്ത് അനാവശ്യമായിട്ട് ടച്ച് ചെയ്യല്, അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടും പിന്നെ ട്രെയിനിൽ കയറിയാൽ പൈസ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ തെറി വിളിക്കല്, പിടിച്ച് തള്ളല്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ആൾക്കാർ വെറുക്കുന്നത്. ഇപ്പൊ തന്നെ ഇവർ തന്നെ പറയുന്നുണ്ട് വെച്ചാലും ഇപ്പം കേരളത്തിലുള്ള ആൾക്കാരായി ആരെങ്കിലും മലയാളീസ് കാണുമെന്ന്. അപ്പം മലയാളീസ് കാണുമ്പോഴത്തേക്കും പറയും നിങ്ങൾക്ക് വേറെ പണിയില്ലെന്ന് പറയുന്നു. അപ്പം ആ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കുറച്ച് സൂക്ഷിച്ചാൽ നന്നായിരിക്കും. ബാക്കി കൊണ്ട് ദീപ്തി കല്യാണി എന്ന് പറയുന്ന വ്യക്തി നല്ല ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തി തന്നെയാണ്. കാരണം സ്വന്തമായിട്ട് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഇത്രയും ഈ ഒരു നിലയ്ക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇനിയും ഉയരങ്ങളിൽ എത്താൻ പറ്റും. അപ്പോൾ അവരുടെ വായിൽ നിന്ന് വരുന്ന പ്രസ്താവന ഒരിക്കലും ആൾക്കാർക്ക് യോജിക്കാൻ പറ്റത്തില്ല. അത് ആദ്യം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നന്നായിരിക്കും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പം ഇത്രയുള്ളൂ.